ഈ കേബിൾ ഇന്ന് ആക്രിക്കട കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതൊരു ബ്രാൻഡും ഫേമസ് ആകുമ്പോൾ അതിന് വ്യാജമാല ഇറങ്ങുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഡീലിംഗ് എന്നുള്ള 36 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു കമ്പനിയുടെ ഒരു വ്യാജന ഇറങ്ങുന്നതിൽ ഒരിക്കലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഓൺലൈനിൽ ഭയങ്കര വിലക്കുറവൊക്കെ കണ്ടിട്ട് വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു മുൻകരുതൽ വേണമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേബിൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്കും ഇത് വ്യാജനാണെന്ന് തോന്നുന്നില്ല. ഡീലിങ്ങിൻ്റെ ഒറിജിനലോടെ കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡീലിങ്ങിൻ്റെ ഹോളോഗ്രാം വരെ ഇവർ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിക്കിപീഡിയ പറയുന്ന ഹോളോഗ്രാം എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ടാണ് 4G എന്നാണ്. അതുപോലെ അതിന് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റൊക്കെ വേണം, സ്പെഷ്യലൈസ്ഡ് ടെക്നോളജി വേണം, അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആവശ്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ ഞാൻ പറയുന്നത് ഈ വ്യാജന്മാരുടെ കയ്യിൽ അതെല്ലാം ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഹോളോഗ്രാം വരെ അവർ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഏറ്റവും രസം. അപ്പോൾ ഞാനിത് വാങ്ങിച്ച ഓൺലൈൻ വെബ്സൈറ്റിന് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ ഈ ഒരു സാധനം നിങ്ങൾ ഡീലിങ്ങിൻ്റെ ഓൺലൈൻ പോർട്ടലിലൂടെ വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇത് ഡീലിങ്ങിന് തന്നെ, അതായത് അവരുടെ ബ്രാൻഡ് സ്റ്റോറിൽ തന്നെ പരാതി കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ബ്രാൻഡ് സ്റ്റോറിൽ തന്നെ പരാതി കൊടുത്തു. അവർക്കൊരു മെയിൽ അയച്ചു. അപ്പോൾ മെയിൽ അയച്ചത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം മെയിൽ ID നമ്മുടെ ഫേക്ക് ബോക്സിൻ്റെ മുകളിലൊരു ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറിജിനൽ ബോക്സിൽ തന്നെ മെയിൽ ID എടുത്തിട്ട് ആ ഒറിജിനലായിട്ട് ഉള്ള അവർക്ക് തന്നെ മെയിൽ അയച്ചു. അപ്പോൾ ആ മെയിലിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫോട്ടോസ് അടക്കം അതിൻ്റെ ബില്ലടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ മെയിൽ ചെയ്തത്. പക്ഷേ നമ്മുടെ സർക്കാർ ഓഫീസിലൊക്കെ പരാതി കൊടുക്കുന്ന പോലെയാണെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. കാരണം അവിടെ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതുപോലെയുള്ള 10,000 കണക്കിന് മെയിലുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലൊരു മെയിലായിട്ട് എൻ്റെ മെയിൽ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തെങ്കിലും ആകട്ടെ, നമുക്ക് ഡീലിങ്ങിൻ്റെ ഈ ഒരു വ്യാജൻ കേബിളിനെ പറ്റി ഒന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോക്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യാതൊരു വ്യത്യാസം കാണില്ല. എക്സാക്റ്റ് മാച്ചിങ് ബോക്സാണ്. സൈസ്, അതായത് ലെങ്ത്, വിഡ്ത്ത് കാര്യങ്ങളെല്ലാം സെയിം തന്നെ. ബോക്സിൻ്റെ കളറ്, അതായത് അതിൻ്റെ കാർട്ടൺ ബോക്സിൻ്റെ കളറും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ ഡീലിങ്ങിൻ്റെ ഈ ഒരു കേബിളിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം നമ്മളിപ്പോൾ ആദ്യമായിട്ട് കേബിൾ എടുക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല. പരിചയമുള്ള, ഇപ്പോൾ ഡീലിങ്ങിൻ്റെ ഒരു ഫുൾ ബോക്സൊക്കെ എടുത്ത് എപ്പോഴും പരിചയമുള്ള ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ വെയിറ്റ് കുറഞ്ഞായിട്ട് തോന്നാം. കാരണം കോപ്പറിനും അലുമിനിയത്തിനും ഭാരവ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ ഒരു കേബിളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഡീലിങ്ങിൻ്റെ എക്സാക്റ്റ് ലോഗോ തന്നെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കേബിളിൽ സാധാരണ ഡീലിങ്ങിൻ്റെ എംബ്ലം വരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. 23 AWG തന്നെ ഡീലിങ്ങിൻ്റെ കേബിൾ വരുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാച്ചിങ്, എക്സാക്ട്ലി മാച്ചിങ്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സൊക്കെ എക്സാക്റ്റ് മാച്ചിങ് ആയിട്ട് തന്നെ നമുക്ക് തോന്നും. പക്ഷേ ഇതിനകത്തൊരു ചെറിയ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കിവിടെ കാണാം, പ്ലോട്ട് നമ്പർ എന്ന് എഴുതിയതിനകത്ത് U02B എന്നാണ് ഒറിജിനൽ വരുന്നത്. പക്ഷേ നമ്മുടെ വ്യാജൻ്റെ മുകളിൽ അത് കിടക്കുന്നത് പ്ലോട്ട് നമ്പർ U2B ആണ്. അതായത് ആ ഒരു 0 ഇല്ലാതെ ആയിപ്പോയി. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കണ്ടത് മെയിൽ ID-യിലുള്ള വ്യത്യാസമാണ്. helpdesk@dealing.com.in എന്നാണ് നമ്മുടെ ഫേക്കിനകത്ത് കിടക്കുന്നത്. പക്ഷേ ഒറിജിനൽ കിടക്കുന്നത് ഇങ്ങനെയാണ്, helpdesk@in.dealing.com എന്നാണ്. അപ്പോൾ ഈ IN എടുത്ത് അപ്പുറത്തേക്ക് കിട്ടുന്നുള്ളതാണ് ഒരു വ്യത്യാസം കണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് മൾട്ടിനാഷണൽ കമ്പനീനെ നമ്മൾ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാലും അവസാനം നമ്മൾ ഇട്ടിട്ട് പോകാറാണ് പതിവ്. അപ്പോൾ അത് ഈ വ്യാജന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ വ്യാജന്മാർ അവിടെ കൊടുത്തിരിക്കുന്നത് എക്സാക്റ്റ് ഡീലിങ്ങിൻ്റെ ഒറിജിനൽ ടോൾ ഫ്രീ നമ്പർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫേക്ക് കേബിളിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീലിങ്ങിൻ്റെ ഒറിജിനൽ കേബിൾ ഒന്ന് എടുത്തിട്ട് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഡീലിങ്ങിൻ്റെ ഒറിജിനൽ കേബിളാണ്. ഈ ഒറിജിനൽ കേബിളിൻ്റെ ഇൻസുലേഷൻ ഒന്ന് ഞാൻ ക്രിമ്പിംഗ് ടൂൾ വെച്ചിട്ട് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാം, നല്ലൊരു കേബിളിന് നല്ല കുറച്ചുകൂടെ കട്ടിയുണ്ട്. അത് മാത്രമല്ല നല്ലപോലെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേബിളുകൾ. ഇതൊരു 4 പെയർ ട്വിസ്റ്റഡ് കേബിളാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ആ ഫേക്ക് കേബിൾ ഒരെണ്ണം എടുത്തിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഇൻസുലേഷൻ ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഇത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു കേബിളാണ്. ഇത് കണ്ടോ, ഇപ്പോൾ അതിനകത്ത് വലിയൊരു ട്വിസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് കേബിൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഇട്ടേക്കണായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഒറിജിനൽ കേബിളിനകത്ത് നല്ലപോലെ ഒരു ട്വിസ്റ്റിങ് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഒറിജിനൽ കേബിൾ, ഇത് ഫേക്ക് കേബിളാണ്. ഇനി നമുക്ക് ഈ ഒരു ഫേക്ക് കേബിൾ ഒന്ന് ഇതിൻ്റെ ഇൻസുലേഷൻ ഒന്ന് മാറ്റാം.
എന്നിട്ട് ഇതൊന്ന് ബേൺ ചെയ്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡീലിങ്ങിൻ്റെ ഈ ഫേക്ക് കേബിളിനെ പറ്റിയൊക്കെ ഒരു ടെക്നിക്കൽ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് അവരൊരു ഫ്ലെയിമിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് കേബിള് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ കത്തിപ്പോകുന്നു. അപ്പോൾ നമുക്കൊരു തീപ്പെട്ടി എടുത്തിട്ട് ഇതൊന്ന് കത്തിച്ച് നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം ആ കേബിളിൻ്റെ കമ്പി അങ്ങ് കത്തിപ്പോയി, കണ്ടോ, ഉരുകിപ്പോയി. അപ്പോൾ കമ്പി ഒരു അലുമിനിയം ആയതുകൊണ്ടാണ് അങ്ങനെ ഉരുകിപ്പോകാനുള്ള റീസൺ. ഞാൻ വേണം ഒരെണ്ണോടെ ഒരു തീപ്പെട്ടി കമ്പി കൊണ്ട് എടുത്തിട്ട് നമുക്ക് ഒന്നോടെ ഒന്ന് കത്തിച്ച് നോക്കാം. നല്ല തീപ്പെട്ടിയാണ്, കത്തൊന്നും പോലുമില്ല. അതെ, കത്തിയിട്ടുണ്ട്, കെട്ടു. ഇത് കണ്ടോ. അപ്പോൾ ഈ ഒരു കമ്പിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതും ഉരുകി അങ്ങ് വളഞ്ഞ് പോയേക്കണം കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഔട്ടർ ഷീൽഡും കൂടെ ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട് കത്തിക്കുന്ന പോലെ ആ സാധനം ഉരുകി താഴോട്ട് പോകും, കണ്ടോ. ഇത് നമുക്കൊരു ഒറിജിനൽ കേബിൾ ഒന്ന് എടുത്തിട്ട് നോക്കാം. ഒറിജിനൽ കേബിളാണ് അത്. ഇതിൻ്റെ കമ്പിക്ക് കുറച്ചും കൂടെ കട്ടി കാണുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കനം കുറഞ്ഞ കമ്പി പോലെയല്ല, കുറച്ചുകൂടെ കട്ടിയുണ്ട്. അത് നിങ്ങൾക്കറിയാം, കോപ്പറിന് കുറച്ചുകൂടെ കട്ടി കൂടുതലായിരിക്കും. അലുമിനിയം പോലെ അത്രയും സോഫ്റ്റ് അല്ല കോപ്പർ എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ കത്തിക്കുവാണ്. ഇത്രയും നേരം വെച്ചപ്പോൾ തന്നെ മറ്റേ കമ്പി ഉരുക്കി പോയായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രോബ്ലം കാണുന്നില്ല. നല്ലപോലെ ഫ്ലെയിം, നല്ല ചൂട് ഇപ്പോൾ അതിനടിക്കുന്നുണ്ട്. എന്നാലും ആ കമ്പി അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, ഒരു മാറ്റവും. അപ്പോൾ ഇതാണ് ജെനുവിനായിട്ടുള്ള നമ്മുടെ കേബിള്. ജെനുവിനായിട്ടുള്ള കേബിൾ ഒരിക്കലും അങ്ങനെ ഉരുകി പോകാൻ ചാൻസ് ഇല്ല, കണ്ടോ. അത് ഞാനിപ്പോൾ കുറച്ച് കരി മാത്രം പിടിച്ചിരിക്കുന്നേ ഉള്ളൂ. നമ്മളത് തൂത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാക്റ്റ് കോപ്പർ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ കേബിള്. അപ്പോൾ ഇതുപോലെയുള്ള ഏതെങ്കിലും പണികൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.